എൻ്റെ ശ്രീമോനെ, ഞാൻ ത്രിമധുരത്തിലെ അംഗമല്ല. എൻ്റെ വീട് തിരുവനന്തപുരത്താണ്. ഞാൻ 65 വയസ്സുള്ള ഒരു അമ്മയാണ്. പേരാരോടും പറയണ്ട. എനിക്കൊരു അനുഭവം പറയാനുണ്ട്. എൻ്റെ കൊച്ചുമോനെ തമിഴ്നാട്ടിലൊരു കോളേജിൽ ബിടെക്കിന് പഠിക്കുന്നു. അവസാന വർഷം അവസാന പ്രൊജക്റ്റിന് HOD ഒപ്പിട്ട് കൊടുത്തില്ല. മോനെ, അവർക്ക് 10,000 രൂപ വേണമെന്ന് പറഞ്ഞു. ഇവർ 7 കുട്ടികളുണ്ട്. 7 കുട്ടികൾക്ക് ഒപ്പിട്ട് കൊടുത്തില്ല. ഞാൻ കരഞ്ഞ് കണ്ണനോട് പ്രാർത്ഥിച്ചു. എന്നിട്ടും ഒപ്പിട്ട് കൊടുത്തില്ല മോനെ. അങ്ങനെ മോൻ തിരിച്ച് നാട്ടിൽ വന്നു. ഞാനെൻ്റെ വിഷമം കൊണ്ട് കണ്ണനെ വഴക്കും പറഞ്ഞു. അതിന് കണ്ണൻ എനിക്ക് മാപ്പ് തരണേ. പിന്നെ അടുത്ത മെയ് 27-ാം തീയതി കോളേജിൽ പോകാൻ പറഞ്ഞു. അന്നും പിറ്റേന്ന് ഒപ്പിട്ട് കൊടുത്തില്ല. എൻ്റെ മോളാണെങ്കിൽ വീട്ടിൽ വിളക്ക് തെളിയിച്ച് കൃഷ്ണനെയും സായിബാബയെയും എൻ്റെ കുടുംബത്തെയും ഒക്കെ പ്രാർത്ഥിച്ചു, കുടുംബദൈവത്തെയും ഒക്കെ പ്രാർത്ഥിച്ചു. അവസാനം മെയ് 29-ാം തീയതി ഒപ്പിട്ട് കിട്ടി. ഒപ്പിട്ട് കിട്ടിയാൽ ഞാൻ ത്രിമധുരത്തിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു മോനെ. ഇത് വായിക്കണേ. കത്ത് നീണ്ടുപോയതിൽ ക്ഷമിക്കണേ മോനെ. അതുപോലെ എൻ്റെ കൊച്ചുമോനൊരു ജോലി കിട്ടാൻ പ്രാർത്ഥിക്കണേ മോനെ. മോനും മോൻ്റെ കുടുംബത്തിന് നല്ലത് വരട്ടെ. ഹരേ കൃഷ്ണ. അതിലൊരു വരി എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ കണ്ണനെ കുറേ ചീത്ത പറഞ്ഞു. അമ്മയ്ക്ക് ചീത്ത പറയാട്ടോ. അമ്മമാർക്ക് കണ്ണനെ ചീത്ത പറയാ, താലോലിക്കുക, വിഷമുണ്ടെങ്കിൽ പറയാം, എല്ലാം പറയാം. ആ ഒരു പ്രിവിലേജും ആ ഒരു റൈറ്റും ഉള്ളത് അമ്മമാർക്ക് മാത്രമാണ്. എന്താ കഥ? അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. കുറേ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അനുഭവം അയക്കുന്നവർ കുറച്ച് നിർത്തി വെക്കുക. അർജൻറ്റായിട്ടുള്ളവർ മെമ്പർഷിപ്പ് എടുത്ത് വരിക. എന്നപ്പോൾ എനിക്ക് മനസ്സിലാവും പെട്ടെന്ന് തന്നെ. അങ്ങനെയുള്ളവർ അയക്കുക കേട്ടോ. ഹരേ കൃഷ്ണ.